അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 5 തിങ്കളാഴ്ച. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ജീവനെടുത്തവരിൽ തിരിച്ചറിയാത്ത 8 പേർക്ക് ഒന്നിച്ച് അന്ത്യവിശ്രമം. 8 പേരുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയിലാണ് സംസ്കരിച്ചത്. സർവമത പ്രാർത്ഥനകൾക്ക് ശേഷമാണ് 8 പേർക്കും അന്ത്യാഞ്ജലിയേകിയത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ 67 മൃതദേഹങ്ങളാണ് ഇനിയും തിരിച്ചറിയപ്പെടാത്തത്. അവരിൽ 8 പേരെയാണ് ഒരേ മണ്ണിൽ അടക്കം ചെയ്തത്. നേരത്തെ 67 മൃതദേഹങ്ങളും ഒരുമിച്ച് സംസ്കരിക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് അഴുകിത്തുടങ്ങിയ 8 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഒടുവിൽ തീരുമാനമായി. പുത്തുമലയിൽ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടൽ ഉണ്ടായ ജനവാസമില്ലാത്ത മേഖലയിലാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. 64 സെന്റ് സ്ഥലമാണ് ഇതിനായി ഏറ്റെടുത്തത്. വയനാട് ഉരുൾപൊട്ടൽ മേഖലകളിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ 7ാം ദിവസമായ ഇന്നും തുടരും. കേരളത്തെ നടുക്കിയ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 380 ഉയർന്നു. ഇനിയും മരണസംഖ്യ ഉയരാനാണ് സാധ്യത. ചൂരൽമല സ്കൂൾ, വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരങ്ങളിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന തുടരും. വീടുകൾക്ക് മേൽ 40 അടിയോളം ഉയരത്തിൽ കല്ലും മണ്ണും അടിഞ്ഞിരിക്കുന്നതാണ് തെരച്ചിലിന് വെല്ലുവിളിയാകുന്നത്. ഇനിയും 180 പേരെ കണ്ടെത്താനുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക്. 17 ക്യാമ്പുകളിലായി 2551 പേരെ ദുരന്തമുഖത്തു നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഭക്ഷണ വിതരണത്തിൽ നിന്ന് സന്നദ്ധ സംഘടനയെ വിലക്കിയതിന് പിന്നാലെ ഭക്ഷണ വിതരണം കാര്യക്ഷമമല്ലെന്ന് പരാതി. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ വെള്ളവും പ്രഭാത ഭക്ഷണം ഉൾപ്പെടെയുള്ളവയും ലഭിച്ചില്ലെന്നാണ് പലരും പരാതിപ്പെട്ടത്. എന്നാൽ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും പുറമേ നിന്നുള്ളവരുടെ അനധികൃത പണപ്പിരിവ് ഒഴിവാക്കാനുമാണ് വിലക്കെന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ വിശദീകരണം. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ഭക്ഷണ വിതരണം തടസ്സപ്പെട്ട സംഭവം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി K രാജൻ. പ്രശ്നം പരിഹരിക്കുമെന്നും തിരുത്താനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഉച്ചയ്ക്കും ഭക്ഷണം ലഭിച്ചില്ലെന്ന് വിവിധ രക്ഷാപ്രവർത്തകർ പരാതിപ്പെട്ടു. കുടിവെള്ളം നൽകാതെ മടക്കി അയച്ചുവെന്നും കാലാവധി കഴിഞ്ഞ കേടായ ബ്രെഡ് ലഭിച്ചുവെന്നും പലരും പറഞ്ഞു. വൈകിട്ട് 3 മണിയായിട്ട് പോലും ഭക്ഷണം ലഭിച്ചില്ലെന്നും ആരോപണമുണ്ട്. ചൂരൽമലയിലും മുണ്ടക്കൈയിലും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നത് വ്യാജ പ്രചാരണമാണെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. ഓരോ ദിവസവും ഇവർക്ക് ആവശ്യമായ ഭക്ഷണം പാചകം ചെയ്ത് കൃത്യമായി എത്തിച്ചു വിതരണം ചെയ്യുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിന് ശേഷമാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. പഴകിയ ഭക്ഷണവും ഗുണമേന്മയില്ലാത്ത ഭക്ഷണവും വിതരണം ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് ഈ ക്രമീകരണമെന്നും കലക്ടർ അറിയിച്ചു. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണ വിതരണം നിർത്തലാക്കിയതിനെതിരെ പ്രതിപക്ഷ യുവജന സംഘടനകൾ ഡിസാസ്റ്റർ ടൂറിസം പോലെ ഡിസാസ്റ്റർ PR-ഉം വേണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചു. വൈറ്റുകാടിന്റെ ക്യാന്റീൻ നിർത്തിച്ചതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ദുരന്തത്തിനിടയിൽ PR വർക്ക് സർക്കാർ അവസാനിപ്പിക്കണം. ദുരന്തഭൂമിയിൽ നിന്ന് രാഷ്ട്രീയ നെറികേട് കാണിക്കരുതെന്നും രാഹുൽ പറഞ്ഞു. ബെയിലി പാലം കടന്ന് ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലേക്കുമുള്ള പ്രവേശനം നിയന്ത്രിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. രാവിലെ 6 മണി മുതൽ 9 മണി വരെ ബെയിലി പാലത്തിലൂടെ ഇന്നു മുതൽ 1500 പേരെ മാത്രമേ കടത്തിവിടൂ. കൂടുതൽ ആളുകൾ വരുന്നത് തെരച്ചിലിനും സന്നദ്ധ പ്രവർത്തനത്തിനും മറ്റും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലാണിതെന്ന് മന്ത്രി പറഞ്ഞു. വയനാട് പുനരധിവാസവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF-ലെ എല്ലാ MLA-മാരും 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്നും ദുരന്തത്തിന് ഇരയായ വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും UDF പങ്കാളികളാകുമെന്നും അദ്ദേഹം അറിയിച്ചു. മുസ്ലിം ലീഗ് വലിയ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും UDF-ലെ എല്ലാ ഘടകകക്ഷികളും പുനരധിവാസ ശ്രമങ്ങളിൽ പങ്കാളികളാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് ധരിപ്പിച്ചെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വയനാട്ടിലെ ദുരിതമേഖലയിൽ നിന്ന് ദില്ലിയിലെത്തിയ ശേഷമാണ് ജോർജ് കുര്യൻ വിശദ വിവരങ്ങൾ മോദിയെ അറിയിച്ചത്. കേന്ദ്രസേനകൾ രക്ഷാപ്രവർത്തനത്തിൽ മികച്ച സേവനം നൽകിയെന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി.
വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബന്ധുക്കളുടെ രക്തസാമ്പിൾ ശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ദുരന്തമേഖലയിൽ നിന്നും ലഭിച്ച തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളുടെ DNA ശേഖരിച്ചിരുന്നു. അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ ശേഖരിക്കുന്ന രക്തസാമ്പിളുകളും DNAകളും തമ്മിലുള്ള പൊരുത്തം പരിശോധിക്കും. ദുരന്ത മേഖലയിലെ അടച്ചിട്ട വീടുകളിൽ മോഷണം നടക്കുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിൽ കർശന പരിശോധന നടത്താൻ പോലീസിന്റെ തീരുമാനം. രാത്രിയിലും പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യും. ഇതിനായി പോലീസിന് വേണ്ടി മുണ്ടക്കൈയിൽ താൽക്കാലിക ടെന്റ് സ്ഥാപിക്കും. ദുരന്ത മേഖലയോട് ചേർന്ന മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും അപകടം സംഭവിക്കാത്ത വീടുകളിൽ നിന്നടക്കം ആളുകളെ താൽക്കാലികമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു. ഈ വീടുകളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ സന്ദർശിച്ചു. ചൂരൽമലയിലെത്തി ബെയിലി പാലത്തിലൂടെ വാഹനത്തിൽ പോയ സുരേഷ് ഗോപി മുണ്ടക്കൈയിലെത്തി ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ദുരിതബാധിതരുടെ മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വയനാട്ടിലുണ്ടായത് സമാനതകളില്ലാത്ത ദുരന്തമാണ് എന്നതിൽ സംശയമില്ലെന്നും അതേ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തത്തെ ആദ്യ ദിനം മുതൽ സമീപിക്കുന്നതെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പക്ഷേ വയനാട് ഉരുൾപൊട്ടലിനെ കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്ന വിമർശനം ചിലരെങ്കിലും ഈ ഘട്ടത്തിലും ഉന്നയിക്കുന്നുവെന്നും ദേശീയ ദുരന്തം എന്നൊന്ന് UPA ഭരണകാലം മുതൽ കേന്ദ്ര ചട്ടപ്രകാരം ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അഭിനന്ദനാർഹമായ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അതേസമയം എന്താണ് സംഭവിച്ചതെന്ന് കുട്ടികളോട് ചോദിക്കാതിരിക്കുക, മരണമടഞ്ഞ കൂട്ടുകാരെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ തകർന്ന സ്കൂളിനെക്കുറിച്ചോ കുട്ടികളെ കൊണ്ട് ദയവായി ഈ അവസരത്തിൽ പറയിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി മാധ്യമങ്ങൾ പരിഗണിക്കണമെന്നും ആരോഗ്യമന്ത്രി അഭ്യർത്ഥിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ വിവരശേഖരണം തുടങ്ങി. ഈ മേഖലയിൽ 1721 വീടുകളിലായി 4833 പേർ ഉണ്ടായിരുന്നതായാണ് കണക്ക്. 10ാം വാർഡായ അട്ടമലയിൽ 601 കുടുംബങ്ങളിലായി 1424 പേരും 11ാം വാർഡായ മുണ്ടക്കൈയിൽ 451 കുടുംബങ്ങളിലെ 1247 പേരും 12ാം വാർഡായ ചൂരൽമലയിൽ 671 കുടുംബങ്ങളിലെ 2162 പേരുമാണ് താമസിച്ചിരുന്നത്. ദുരന്തത്തിൽ കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കാർഡ് വിവരങ്ങൾ പരിശോധിക്കുന്നു. ഉരുൾപൊട്ടൽ ബാധിത പ്രദേശമായ മേപ്പാടിയിലെ 44-46 നമ്പർ റേഷൻ കടയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരുടെയും വിവരങ്ങൾ പഞ്ചായത്ത്, താലൂക്ക്, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് കൈമാറിയതായി ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വയനാട്ടിൽ അനാഥരാക്കപ്പെട്ട കുട്ടികളുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മന്ത്രി വീണ ജോർജ്. വയനാട് ദുരന്തത്തിനിരയായ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ വളർത്താൻ അപേക്ഷ സ്വീകരിക്കുന്നുണ്ടെന്നും സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഉൾപ്പെടെ കുട്ടികളെ നൽകുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ IAS-നോട് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചാലിയാർ പുഴയിൽ തെരച്ചിലിന് പോയ 18 രക്ഷാപ്രവർത്തകർ വനത്തിൽ കുടുങ്ങി. സൂചിപ്പാറയുടെ സമീപത്തെ കാന്തപ്പാറയിലാണ് ഇവർ കുടുങ്ങിയത്. ഇവിടെ നിന്ന് കണ്ടെത്തിയ മൃതദേഹവും കൊണ്ടുവരാൻ കഴിയുന്നില്ല. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തുന്നത്. തിരുവനന്തപുരത്തും അമീബിക് മസ്തിഷ്കജ്വരമെന്ന് സംശയം. കഴിഞ്ഞ മാസം 23-ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച യുവാവിനെ അമീബിക് മസ്തിഷ്കജ്വരമെന്നാണ് സംശയിക്കുന്നത്. സമാന രോഗലക്ഷണങ്ങളോടെ മറ്റൊരു യുവാവും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ യുവാവിന്റെ സാമ്പിൾ ഇന്ന് പരിശോധനയ്ക്ക് അയക്കും. മലപ്പുറത്തെ പാണ്ടിക്കാടിൽ നിന്നെടുത്ത വവ്വാൽ സാമ്പിളിൽ വൈറസിന്റെ ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. 5 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നെടുത്ത വവ്വാൽ സാമ്പിളുകളിലാണ് ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയത്.
പഴന്തീനി വവ്വാലുകളിൽ നിന്നെടുത്ത 27 സാമ്പിളുകളിൽ 6 എണ്ണത്തിലാണ് ആന്റിബോഡി കണ്ടെത്തിയത്. കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ അനിശ്ചിതാവസ്ഥയിലെന്ന് അർജുന്റെ സഹോദരി വ്യക്തമാക്കി. ഈശ്വർ മാൽപെ തിരച്ചിലിന് ഇറങ്ങാൻ തയ്യാറായെങ്കിലും അധികൃതർ ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചുവെന്ന് അവർ ആരോപിച്ചു. ഈശ്വർ മാൽപെ സ്വന്തം റിസ്കിൽ ഇറങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പേരിൽ FIR ഇടുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ തിരികെ പോയെന്നാണ് ഭർത്താവ് ജിതിൻ അവിടെ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് സഹോദരി പറഞ്ഞു. അതേസമയം തിരച്ചിൽ അവസാനിപ്പിച്ച ദിവസത്തെ അതേ ഒഴുക്കാണ് ഗംഗാവാലി പുഴയിൽ ഇപ്പോഴുമുള്ളത് എന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിശദീകരണം. കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ വീട് സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ 15 മിനിറ്റോളം വീട്ടിൽ ചെലവഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. വീട്ടിലെത്തിയ മുഖ്യമന്ത്രിക്ക് കുടുംബം നിവേദനം നൽകി. സാധ്യമായതെല്ലാം ചെയ്യാമെന്ന് മുഖ്യമന്ത്രി അർജുന്റെ കുടുംബത്തിന് ഉറപ്പു നൽകി. മുഖ്യമന്ത്രിയുടെ സന്ദർശനം തങ്ങൾക്ക് ആശ്വാസമേകിയെന്ന് സന്ദർശനത്തിന് ശേഷം അർജുന്റെ കുടുംബം പ്രതികരിച്ചു. കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് കർണാടകയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യമുന്നയിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് പിണറായി കത്തയച്ചു. നിലവിൽ തിരച്ചിൽ നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി കത്തയച്ചത്. ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണത്തിന് 350 കോടി രൂപ കൂടി ലഭ്യമാക്കിയതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷ് അറിയിച്ചു. ഗ്രാമപഞ്ചായത്തുകളിലെ 22,500 ലൈഫ് ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിന് നൽകുവാൻ ആവശ്യമായ വായ്പാ വിഹിതമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇവർക്കുള്ള സംസ്ഥാന സർക്കാർ വിഹിതവും നിലവിൽ വിതരണത്തിന് ലഭ്യമാണ്. തിങ്കളാഴ്ച മുതൽ ഈ തുക വിതരണം ചെയ്യാനാവുമെന്നും നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും ഇതിലൂടെ തുക നൽകാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിക്ഷേപങ്ങൾ സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രമുഖ വ്യവസായിയും പത്മശ്രീ ജേതാവും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റുമായ TA സുന്ദർമേനോൻ അറസ്റ്റിൽ. നിക്ഷേപം തിരിച്ചു നൽകുന്നില്ലെന്ന 18 പേരുടെ പരാതിയിൽ ഞായറാഴ്ച രാവിലെയാണ് സുന്ദർമേനോനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. 5 വർഷത്തെ കാലാവധിക്ക് ശേഷം ഇരട്ടി തുക തിരിച്ചു നൽകാമെന്ന വാഗ്ദാനം നൽകി 30 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഇതിനായി വഖഫ് നിയമം ഭേദഗതി ചെയ്യും. ഒരു ഭൂമിയെ വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള ബോർഡിന്റെ അധികാരങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടാകും നിയമ ഭേദഗതിയെന്നാണ് സൂചന. വഖഫ് നിയമത്തിൽ 40ഓളം ഭേദഗതികളാണ് ബില്ലിൽ നിർദ്ദേശിക്കുന്നത്. 1994 കൂത്തുപറമ്പ് വെടിവെപ്പിനിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പുഷ്പൻ ICUവിൽ. ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് പുഷ്പനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പുഷ്പന്റെ ചികിത്സാ പുരോഗതിയും വിവരങ്ങളും അന്വേഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ആശുപത്രിയിലെത്തി. 1994 സ്വാശ്രയ കോളേജിനെതിരായ സമരത്തിനിടെയാണ് പുഷ്പനെ വെടിയേറ്റത്. ജയിലിൽ നിരാഹാര സമരം നടത്തിയ മാവോയിസ്റ്റ് നേതാവ് സോമന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് തൃശൂരിലെ അതിസുരക്ഷാ ജയിലിൽ നിന്ന് മെഡിക്കൽ കോളേജിലെത്തിച്ച് ചികിത്സ നൽകി. നിരാഹാരത്തിന് പിന്നാലെ നെഞ്ചുവേദനയും ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞതുമാണ് ആരോഗ്യസ്ഥിതി മോശമാകാൻ കാരണമായത്. ആര്യനാട് കരമനയാറിലെ മുന്നേറ്റുമുക്ക് കടവിൽ കുളിക്കാനിറങ്ങിയ 4 പേർ മുങ്ങി മരിച്ചു. അനിൽകുമാർ, അദ്വൈത്, ആനന്ദ്, അമൽ എന്നിവരാണ് മരിച്ചത്. അനിൽകുമാറിന്റെ മകനാണ് അമൽ. ബന്ധുക്കളാണ് മരിച്ച മറ്റ് 2 പേർ. അനിൽകുമാറിന്റെ വീട്ടിൽ വിരുന്നിനെത്തിയതായിരുന്നു ബന്ധുക്കൾ. സംസ്ഥാനത്ത് ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ജില്ലാ ഭരണകൂടങ്ങൾ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തിയും വടക്കു കിഴക്കൻ മധ്യപ്രദേശിനും തെക്കൻ ഉത്തർപ്രദേശിനും മുകളിൽ അതിതീവ്ര ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നുണ്ട്. മറ്റൊരു ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനും പാകിസ്ഥാനും മുകളിലായി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്ത? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോൺ. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ജമ്മുകാശ്മീരിലെ ഗണ്ടർബാലിലുണ്ടായ മേഘ വിസ്ഫോടനത്തെ തുടർന്നുള്ള മിന്നൽ പ്രളയത്തിൽ ജനവാസ മേഖലകളിൽ വെള്ളം കയറി. നിലവിൽ ആളപായമില്ലെന്ന് അധികൃതർ അറിയിച്ചു. 190ലധികം റോഡുകൾ അടച്ചു. പ്രളയത്തിൽ സംസ്ഥാനത്തെ 294 ട്രാൻസ്ഫോമറുകളും 124 ജലവിതരണ സംവിധാനങ്ങളും തകർന്നിട്ടുണ്ട്.
സംസ്ഥാനത്തെ കനത്ത മഴ 3 ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ഓഫീസിന് നേരെയുണ്ടായ ബോംബ് ആക്രമണ ഭീഷണിയിൽ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ മാസം ഇമെയിൽ വഴിയാണ് ഭീഷണി ലഭിച്ചത്. അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള അജ്ഞാത അക്കൌണ്ടിൽ നിന്നാണ് ഇമെയിൽ വന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിസരത്ത് ബോംബിടുമെന്നും ബീഹാറിലെ സ്പെഷ്യൽ പോലീസ് ഫോഴ്സിനും ആക്രമണം തടയാൻ കഴിയില്ലെന്നുമാണ് ഇമെയിൽ ഭീഷണിയിൽ പറയുന്നത്. വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ട്രെയിനിന്റെ 3 കോച്ചുകളിൽ തീപിടുത്തം. കോച്ചുകൾ ഏതാണ്ട് പൂർണ്ണമായും കത്തിനശിച്ചെങ്കിലും ആളുകളെല്ലാം നേരത്തെ തന്നെ പുറത്തിറങ്ങിയതിനാൽ ആർക്കും ജീവാപായമോ പരിക്കുകളോ സംഭവിച്ചില്ല. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് റെയിൽവേ അന്വേഷണം തുടങ്ങി. മധ്യപ്രദേശിലെ സാഗർ ജില്ലയിലെ ഷാപൂർ മേഖലയിൽ മൺഭിത്തി ഇടിഞ്ഞു വീണ് 9 കുട്ടികൾ മരിച്ചു. 10 മുതൽ 14 വയസ്സുവരെയുള്ള 9 കുട്ടികൾ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സാവൻ മാസത്തിലെ ആചാരത്തിന്റെ ഭാഗമായി മണ്ണുകൊണ്ട് ശിവലിംഗങ്ങൾ നിർമ്മിക്കുന്ന ഹർദൌൾ ക്ഷേത്രത്തിന് സമീപം ഇന്നലെ രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയായ ജിസാനിൽ 10 മണിക്കൂർ തോരാതെ പെയ്ത മഴയിൽ വ്യാപക നാശം. മേഖലയാകെ വെള്ളം പൊങ്ങുകയും നിരവധി റോഡുകളും പാലങ്ങളും തകരുകയും ചെയ്തിട്ടുണ്ട്. താഴ്വരകളിൽ കനത്ത മഴവെള്ളപ്പാച്ചിലുണ്ടായി. തകർന്ന പാലത്തിന്റെ സ്ലാബ് കാറിന് മുകളിൽ പതിച്ച് യുവതി മരിച്ചു. ബംഗ്ലാദേശ് ഭരണകക്ഷിയായ അവാമി ലീഗ് അനുയായികളും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 91 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 14 പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യത്തോടെ പുനരാരംഭിച്ചതാണ് ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത്. 3 പെൺകുട്ടികളുടെ കൊലപാതകത്തെ തുടർന്ന് തുടങ്ങിയ കലാപം ബ്രിട്ടനിലെ കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിക്കുന്നു. 13 വർഷത്തിനിടെ രാജ്യം കണ്ട വലിയ കലാപമായി മാറുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞയാഴ്ച സൗത്ത് പോർട്ടിൽ വെച്ച് അക്സൽ റുഡാകുബാന എന്ന 17കാരൻ 3 പെൺകുട്ടികളെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവമാണ് കലാപത്തിന് കാരണം. കൊലപാതകിയെക്കുറിച്ച് പ്രചരിച്ച തെറ്റായ വിവരങ്ങളാണ് ബ്രിട്ടനിലെ തീവ്ര വലതുപക്ഷാനുകൂലികളെ തിരിവിലേക്ക് എത്തിച്ചത്. മുസ്ലിം പള്ളികൾക്ക് നേരെയും പ്രക്ഷോഭകാരികൾ അക്രമം അഴിച്ചുവിട്ടു. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ വധത്തിന് പിന്നാലെ പശ്ചിമേഷ്യ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതായി സൂചനകൾ. ഹനിയയുടെയും ഹിസ്ബുള്ള മിലിറ്ററി തലവൻ ഫുവാദ് ഷുക്കറിന്റെയും കൊലപാതകത്തിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്ക് ഇറാനും അവരുടെ കൂട്ടാളികളും ഇന്ന് പുലർച്ചെ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന് അമേരിക്കയിലെയും ഇസ്രായേലിലെയും ഉന്നത ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നതായാണ് സൂചന. അമേരിക്കയുടെ നോഹ ലൈൽസ് പാരീസ് ഒളിമ്പിക്സിലെ വേഗരാജാവ്. പുരുഷന്മാരുടെ 100 മീറ്റർ മത്സരത്തിൽ 9.79 സെക്കൻഡിൽ ഓടിയെത്തിയാണ് നോഹ ലൈൽസ് സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത്. ജമൈക്കയുടെ കിഷെയ്ൻ തോംസൺ വെള്ളിയും അമേരിക്കയുടെ ഫ്രെഡ് കേർലി വെങ്കലവും സ്വന്തമാക്കി. കിഷെയ്ൻ തോംസനെ 0.005 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പിന്തള്ളിയാണ് നോഹ ലൈൽസ് സ്വർണം സ്വന്തമാക്കിയത്. പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ ഹോക്കിയിൽ ഇന്ത്യ സെമിയിൽ. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ബ്രിട്ടനെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചാണ് ഇന്ത്യ സെമിയിലെത്തിയത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. മലയാളി താരം പിയ ശ്രീജേഷിന്റെ കിടിലൻ സേവുകളാണ് ഇന്ത്യക്ക് രക്ഷയായത്. നിശ്ചിത സമയത്തിനകത്തെ മികവ് ശ്രീജേഷ് ഷൂട്ടൌട്ടിലും തുറന്നതോടെ ഇന്ത്യ വിജയത്തിലെത്തി. ഷൂട്ടൌട്ടിൽ ബ്രിട്ടന്റെ 2 ഗോൾ ശ്രമങ്ങൾ തടഞ്ഞിട്ടതാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. ഷൂട്ടൌട്ടിലേക്ക് നീണ്ട മത്സരത്തിൽ ഇന്ത്യ 4-2 വിജയിക്കുകയായിരുന്നു. പാരീസ് ഒളിമ്പിക്സിലെ ബാഡ്മിന്റണിൽ ഇന്ത്യൻ മെഡൽ പ്രതീക്ഷയായ ലക്ഷ്യ സെന്നിന് സെമി ഫൈനലിൽ തോൽവി. നിലവിലെ ഒളിമ്പിക്സ് ചാമ്പ്യനും ലോക 2ാം നമ്പറുമായ വിക്ടർ അക്സൽസൻ നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് ലക്ഷ്യയെ തോൽപ്പിച്ചത്. 2 ഗെയിമിലും വലിയ ലീഡെടുത്തതിനു ശേഷമാണ് ലക്ഷ്യ തോൽവി സമ്മതിച്ചത്. വെങ്കല മെഡലിനായുള്ള ലക്ഷ്യയുടെ മത്സരം ഇന്ന് വൈകിട്ട് 6 മണിക്കാണ്. ശ്രീലങ്കയ്ക്കെതിരായ 2ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് തോൽവി. ശ്രീലങ്കയ്ക്ക് 32 റൺസിന്റെ വിജയം. ശ്രീലങ്ക ഉയർത്തിയ 241 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെത്തിയ ഇന്ത്യക്ക് മികച്ച തുടക്കം ലഭിച്ചെങ്കിലും 42.2 ഓവറിൽ 208 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. ഇതോടെ 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ശ്രീലങ്ക മുന്നിലെത്തി. ആദ്യ മത്സരം ടൈയിൽ അവസാനിച്ചിരുന്നു. 6 വിക്കറ്റ് വീഴ്ത്തിയ ജെഫ്രി വാൻഡർസെയാണ് ഇന്ത്യയെ തകർത്തത്. 64 റൺസ് എടുത്ത രോഹിത് ശർമ്മ മാത്രമാണ് ഇന്ത്യൻ നിരയിൽ തിളങ്ങിയത്. അക്സർ പട്ടേൽ 44 റൺസ് എടുത്ത് പുറത്തായി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.